ഇന്നും ചൈന അതിർത്തിയിൽ നിന്ന് നോക്കിയാൽ ഈ രാത്രികാലങ്ങൾ ഇദ്ദേഹത്തെ കണ്ട ഒരുപാട് പേര് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ചൈനീസ് പട്ടാളക്കാർക്ക് ഇദ്ദേഹത്തിന് ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി, കാരണം ഇദ്ദേഹത്തിന്റെ തല അറുത്തുകൊണ്ട് പോയതിനു ശേഷം ചൈനീസ് പട്ടാളത്തിന് ഈ ബറ്റാലിയന് അവർക്ക് ഉറക്കം വന്നില്ല എന്നുള്ളതാണ്. ആ തലയ്ക്ക് പകരം നല്ല ഒരു തല ചെമ്പില ഉണ്ടാക്കി കൊടുത്തു. ഈ നെഹ്റു പറഞ്ഞത് ഈ പുല്ല് മുളയ്ക്കാത്ത പ്രദേശമെന്ന്, ചൈനയുടേതെന്ന്, ഇന്ത്യയുടേതെന്ന് പറയുന്ന പുല്ല് മുളയ്ക്കാത്ത പ്രദേശം ഇവരെ വേണമെങ്കിൽ അത് പൊക്കോട്ടെ എന്നാണ് പറഞ്ഞത്. രാജ്യയുടെ യാത്രകളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ചൈന അതിർത്തി വഴി തന്നെയാണ്. അടുത്ത യാത്ര എങ്ങോട്ടായിരുന്നു? അടുത്ത യാത്ര ഈ ബുംല പാസിലേക്ക് പോകാനാണ് ലക്ഷ്യം. അതെ, അടുത്ത യാത്ര ഞങ്ങൾ നൗഗാവിൽ നിന്ന് തെസ്പൂർ വഴി, ടിപ്പി വഴി, ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് നേരെ നൂറാനാഥിലെത്തി. നൂറാനാഥ് എന്ന് പറയുന്നത് സേല പാസിന് തൊട്ട് മുമ്പാണ്. ഇന്ത്യയുടെ യുദ്ധചരിത്രത്തിൽ ഇന്നും മരിച്ചുപോയ ഒരു പട്ടാളക്കാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുന്ന ഒരു ക്ഷേത്രം, ജീവനോടെ അദ്ദേഹം ഉണ്ട് എന്ന് സങ്കല്പിക്കുന്ന ഒരു ക്ഷേത്രം അവിടെയുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. ഭീകരമായ മഞ്ഞുവീഴ്ചയും ഒക്കെ ഉള്ള സമയത്ത് ചൈനയുടെ ഈ ഏകദേശം അതിർത്തി പ്രദേശത്ത് ചൈന 62 യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടുത്തിയ ആ സ്ഥലത്ത് നൂറാനാഥിൽ ഒരു കേണൽ, പഞ്ചാബ് റെജിമെന്റിലെ കേണൽ ജസ്വന്ത് സിംഗ് റാവത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഈ 62 യുദ്ധത്തിലെ എല്ലാ പോസ്റ്റുകളിലും ഉണ്ടായിരുന്ന ഇന്ത്യൻ സേന അവിടെ ചൈനീസ് പട്ടാളം നിലയുറപ്പിച്ചിരുന്ന അല്പം ഉയർന്ന പ്രദേശത്താണ്, നമ്മുടേത് അല്പം താഴ്ന്ന പ്രദേശമാണ്. അപ്പം കടന്നുകയറ്റക്കാരായ ചൈന ഏകദേശം ബുംല പാസിൽ ഇന്നത്തെ അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ ഇപ്പുറത്തേക്കാണ്, അതുവരെ കയറി. അപ്പോൾ അവിടെ യുദ്ധം നടന്ന സമയത്ത് ഈ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പട്ടാള ഉദ്യോഗസ്ഥരും പ്രതിയടഞ്ഞു, വെടിയേറ്റ് മരിച്ചു. ഈ ജസ്വന്ത് സിംഗ് മാത്രം അവശേഷിച്ചു. പക്ഷേ ജസ്വന്ത് സിംഗ് ഒരു പോസ്റ്റിൽ നിന്ന് പതുക്കെ ഇഴഞ്ഞഴഞ്ഞ് മറ്റൊരു പോസ്റ്റിൽ പോയിട്ട്, ആ പോസ്റ്റൊക്കെ ഇപ്പോഴും ഉണ്ട്, ഞാൻ ആ പോസ്റ്റിന്റെ ഉള്ളിലൊക്കെ കയറി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒളിഞ്ഞിരുന്ന് വെടിവെക്കുന്ന പോസ്റ്റുകളുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് ഇഴഞ്ഞഴിഞ്ഞ് പോയിട്ട് പല പോസ്റ്റുകളിൽ നിന്നും മുകളിലോട്ട് വെടിവെക്കും. അപ്പൊ ഇവരുടെ മുകളിൽ നിൽക്കുന്ന ചൈനീസ് പട്ടാളക്കാരന്റെ ധാരണ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നിലെത്തി ഇവിടെയൊക്കെ ആളുണ്ടെന്നാണ്. ഇവർ താഴേക്ക് ഇറങ്ങാൻ പഠിച്ചു. അവസാനം അവിടെയുള്ള ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ ഭക്ഷണമായിട്ട് വരികയാണ്, റേഷൻ സാധനങ്ങളായിട്ട്. അപ്പോൾ അവിടെ ഈ യുദ്ധമുഖത്ത് അങ്ങനെ സഹായിക്കുന്ന ഗ്രാമീണ സ്ത്രീകളും പുരുഷന്മാരൊക്കെ പട്ടാളക്കാർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സേല എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഈ ജസ്വന്ത് സിംഗ് റാവത്തിനുള്ള ഭക്ഷണമായിട്ട് വരുമ്പോൾ ചൈനീസ് പട്ടാളം ഇവരെ പിടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഒരാളിനുള്ള റൊട്ടി മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒരാൾ മാത്രമേ അവശേഷിക്കുന്നു എന്നുള്ള ആ ഒരു ഉറപ്പ് അതിന് ശേഷം ഇവർ സേലയെ വധിക്കുന്നുണ്ട്. സേലയെ കൊന്നളഞ്ഞു, സേലയെ പിടിച്ചുകൊണ്ട് കൊന്നളഞ്ഞു. ആദിവാസി സ്ത്രീയെ സേല എന്ന് പറയുന്ന അവിടുത്തെ തദ്ദേശീയരുടെ സ്ത്രീയെ കൊന്നളഞ്ഞു. അവളുടെ പേരിലാണ് സേല പാസ് എന്ന് പറയുന്ന സ്ഥലം അവളുടെ പേരിൽ അറിയപ്പെടുന്നു. ഏകദേശം 15,000 അടി പൊക്കമുള്ള, അല്ല 13,500 അടി പൊക്കമുള്ള റോഡിന്റെ പേര് സേല പാസ് എന്ന് പറയുന്നത്. നൂറാനാഥ് കഴിഞ്ഞാൽ അടുത്ത റോഡിന്റെ പേര് സേല പാസ് എന്നാണ് ഈ സേലയുടെ പേരായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ ജസ്വന്ത് സിംഗ് റാവത്തിന് പിടിക്കാൻ വേണ്ടിയ ഇന്ത്യൻ സൈനികനെ പിടിക്കാൻ, ഇദ്ദേഹം വേറെ ഒരു റൈഫിൾമാൻ ആയിരുന്നു അന്ന്, റൈഫിൾമാനാണ്. പിന്നെ അദ്ദേഹത്തിന് പിടിക്കാൻ വേണ്ടി ചൈനീസ് പട്ടാളം കവർ ചെയ്ത് വളഞ്ഞു. ഇദ്ദേഹത്തെ പിടിച്ച് വെടിവെച്ചു കൊന്നതിന് ശേഷം കലിതീരാതെ ഇദ്ദേഹത്തിന് കഴുത്തറുത്ത് കൊണ്ടുപോയി. ദേഷ്യം തീരെ കഴുത്തറുത്ത് കൊണ്ടുപോയി. ദിവസം ഇദ്ദേഹം പല പോസ്റ്റുകളിൽ ചെന്ന് വെടിവെച്ച് ചൈനീസ് പട്ടാളത്തെ പ്രതിരോധിച്ച് 142 ചൈനീസ് പട്ടാളക്കാരെ കൊന്നു. ഇദ്ദേഹം ഒറ്റയ്ക്ക് കൊന്നു. ആ 142 ചൈനീസ് പട്ടാളക്കാരുടെ മൃതശരീരം ഇവിടെ അടയ്ക്കേണ്ട സ്ഥലങ്ങൾ കാണാൻ സാധിക്കും, കാണാൻ സാധിക്കും. ഇന്ത്യയിൽ തന്നെ അവിടെ അടയ്ക്കേണ്ട സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. അപ്പം അവിടെ ഇദ്ദേഹത്തിന് ഒരു വലിയ ക്ഷേത്രം പണിതിട്ടുണ്ട്. ആ ക്ഷേത്രത്തിന്റെ വിഗ്രഹം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ തലയാണ്. ചെമ്പിലുള്ള തലയാണ്. ഈ തല ആരുണ്ടാക്കി കൊടുത്താന്ന് പറഞ്ഞാൽ ചൈനീസ് പട്ടാളം അവസാനം ഇദ്ദേഹത്തിനോടുള്ള ആദരവ് തോന്നിയിട്ട് ഈ മുറിച്ചെടുത്തുകൊണ്ട് പോയ ആ തലയ്ക്ക് പകരം നല്ല ഒരു തല ചെമ്പില ഉണ്ടാക്കി കൊടുത്തു, ഇന്ത്യക്ക് തിരിച്ചു കൊടുത്തു. ആ ഉണ്ടാക്കി കൊടുത്ത തലയാണ് ഇവിടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ. ഇദ്ദേഹം ഈ കഴുത്തറുത്ത് കൊന്നൊരു മരമുണ്ട്, മരത്തിലിങ്ങനെ ചാരിയിരുന്നിട്ടാണ് ഇദ്ദേഹത്തിന് കഴുത്ത് അറക്കുന്നത്. ആ മരം ഇന്നും അവിടെ ഉണ്ട്. ആ മരം പട്ടുപോയി എങ്കിൽ ആ മരത്തിന് തടി ഈ മ്യൂസിയത്തിനകത്ത് നിൽപ്പുണ്ട്. അവിടെ എപ്പോൾ ചെന്നാലും മധുരം
കാരണം തണുപ്പിനെ അകറ്റാൻ മധുരം വേണമല്ലോ. മധുരം നല്ലതാണ്. മധുരത്തിലുള്ള പായസം മുതലുള്ള ഒരു സാധനം തരും. നമ്മുടെ എന്താ പറയുക, ഹലുവ മാതിരിക്കുന്ന ഒരു സാധനം തരും. അതിങ്ങനെ കേസരി മധുരം ഇങ്ങനെ തരും. ആ മധുരം ഇങ്ങനെ എപ്പോഴും നൽകും. അതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു മിലിറ്ററി ക്യാമ്പ് അവിടെയുണ്ട്. അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ഈ ജസ്വന്ത് സിംഗ് റാവത്തിനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഉറങ്ങാതിരിക്കുന്നതാണ്. അദ്ദേഹം ജീവനോട് ഇപ്പോഴും ഉണ്ടെന്നാണ്. അദ്ദേഹത്തിന് ഷൂ രാവിലെ പോളിഷ് ചെയ്ത് അവിടെ വെച്ചേക്കും. ക്യാമ്പിൽ വെച്ചേക്കും. പിറ്റേന്ന് അതൊക്കെ പൊടിയൊക്കെ അടിച്ച് അഴുക്കൊക്കെ പോയി ഉപയോഗിച്ചതിൻ്റെ അദ്ദേഹം ഉപയോഗിക്കുന്നതാണ്. ഇതിന് യൂണിഫോം തേച്ച് വെച്ചേക്കും. ഇദ്ദേഹത്തിന് എല്ലാ മാസവും കൃത്യമായിട്ട് എല്ലാ ശമ്പളം വീട്ടിലെത്തിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് വർഷാവർഷം പ്രൊമോഷൻ ഉണ്ട്. ഇപ്പം അദ്ദേഹം കേണലായി. കേണൽ ജസ്വന്ത് സിംഗ് റാവത്ത്. പണ്ട് മരിക്കുമ്പോൾ റൈഫിൾമാൻ ആയിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പ്രൊമോഷൻ എല്ലാം കൊടുത്ത് ഒരു വർഷത്തിലൊരിക്കൽ ഇന്ത്യൻ ആർമി അത് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പിന്നെ ഒരു വർഷത്തിലൊരിക്കൽ ഇദ്ദേഹത്തിന് ഒരു ലീവ്. അപ്പം ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന യൂണിഫോം എല്ലാം തേച്ച് പെട്ടിയിലാക്കി ഒരു സൈനികൻ നേരെ ഈ പെട്ടിയൊക്കെ എടുത്ത് നേരെ ഇദ്ദേഹത്തിനും കൂടെ ഒരു സീറ്റ് റിസർവ് ചെയ്തിട്ട് നേരെ പഞ്ചാബിലേക്ക് ട്രെയിനിൽ പഞ്ചാബിൽ പോകും. പഞ്ചാബിൽ ബന്ധുക്കളൊന്നും സ്വീകരിച്ചു കൊണ്ടുപോകും. തിരിച്ച് ലീവ് കഴിഞ്ഞിട്ട് ആ പെട്ടി തിരിച്ചു കൊണ്ടുവരും. 2 മാസം കഴിഞ്ഞ ശേഷമാണോ തിരിച്ചു കൊണ്ടുവരും. അപ്പം ഇപ്പോഴും അദ്ദേഹത്തിന് ലീവ് കൊടുക്കുന്നുണ്ട്, പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്, സാലറി കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ തെളിവ് അവിടെ കാവൽ നിൽക്കുന്ന ഏതെങ്കിലും പട്ടാളക്കാർ രാത്രി ഉറങ്ങിപ്പോയാൽ അജ്ഞാതനായ ഒരാളൊന്ന് അടിക്കുമെന്ന്. ചുമലിങ്ങനെ അടിക്കുമെന്നാണ്. തട്ടി ഉണർത്തുമെന്നാണ്. അതുകൊണ്ട് അവിടെ ആരും ഉറങ്ങാറില്ല. പേടിയാണ്. അപ്പം അങ്ങനെയുള്ള ഏറ്റവും അദ്ദേഹത്തിന്റെ ചരിത്രം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. 242 പേരെ കൊല്ലുക, അത് ഒറ്റയ്ക്ക് ഈ എഴഞ്ഞഴഞ്ഞ് ഞാൻ തന്നെ ഒരു ആ പോസ്റ്റിൽ കയറിയുന്ന ഫോട്ടോ എടുത്തിട്ട് പിന്നെ അവിടെ വെച്ച് അമൽ എന്ന പേരുള്ള കണ്ണൂർ ഇരിട്ടി സ്വദേശി മലയാളി പട്ടാളക്കാരനാണ്. അയാളന്ന് ലീവിലാണ്. പക്ഷെ ലീവിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അയാളാണ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അയാൾ വെച്ച് അല്പം ഉയരേക്ക് പോയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ചൈനയുടെ ഭാഗമൊക്കെ കാണിച്ചു തന്നുകൊണ്ട് ഒരു നദി കടന്നിറങ്ങി വരുന്നതും ഒക്കെ അവർ പറഞ്ഞു തന്നു. വഴി പറഞ്ഞു തന്നു. ഇന്ന് അതൊക്കെ സീൽഡാണ്. ആ വഴിയൊക്കെ സീൽഡാണ്. അപ്പൊ ഈ ജസ്വന്ത് സിംഗ് റാവത്തിന്റെ ക്ഷേത്രം അതൊരു വലിയ അനുഭവമാണ്. അതൊന്നൊരു വിശ്രമ കേന്ദ്രമാണ്. എല്ലാവരും വഴിയാത്രക്കാരുടെ വിശ്രമ കേന്ദ്രമാണ്. അവിടെ നമുക്ക് ഭക്ഷണവും കിട്ടും, ചായ കിട്ടും, എല്ലാം കിട്ടും. ഇപ്പോഴും എന്തെങ്കിലും ദേവന്റെ പേര് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയും? ജസ്വന്ത് സിംഗ് റാവത്ത്, ബാബാജി അങ്ങനെയൊന്നുമില്ല. ബാബ അത് സിക്കിമിന്റെ അതിർത്തിയിലാണ്. അങ്ങനെ ഉണ്ടല്ലോ. ഇത് ജസ്വന്ത് സിംഗ് റാവത്ത് തന്നെയാണ് പേര്. പക്ഷെ അവരുടെ വിശ്വാസം അദ്ദേഹം മരിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. എന്തായാലും ചൈനീസ് പട്ടാളം ഇദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി, കാരണം ഇദ്ദേഹത്തിന്റെ തല അറുത്തുകൊണ്ട് പോയതിനു ശേഷം ചൈനീസ് പട്ടാളത്തിന് ഈ ബറ്റാലിയന് അവർക്ക് ഉറക്കം വന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിമ തല ഉണ്ടാക്കിയിട്ട് തിരിച്ചിവിടെ കൊണ്ട് തന്നത്. ചെമ്പിൽ തീർത്ത് കൊണ്ട് തന്നത്. അപ്പൊ ഇവരുടെ ആ ഒരു എന്താ പറയാ വിശ്വാസം, അത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല ചൈനയുടെയും വിശ്വാസം. ഈ പോസ്റ്റിലൊന്നും ചൈന അതിനുശേഷം ആക്രമണം നടത്തിയിട്ടുമില്ല. ചെയ്യാറില്ല. പോസ്റ്റിൽ ആക്രമണം നടത്തിയിട്ടില്ല. അപ്പം ചൈന ഇപ്പോഴും ഈ ജസ്വന്ത് സിംഗ് റാവത്തിനെ പേടിക്കുന്നുണ്ട്. നല്ല ഭയമുണ്ട്. അപ്പം ഇന്ത്യൻ പട്ടാളവും അതൊരു വലിയ ക്ഷേത്രം പോലെ അതിൻ്റെ പരിപാവനതയോടുകൂടി തന്നെ കാത്തു സൂക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കിടക്കയെല്ലാം രാവിലെ ക്ലീൻ ചെയ്ത് വെക്കുന്നു. അദ്ദേഹത്തിൻ്റെ യൂണിഫോം മുഴുവൻ തേച്ച് വെക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഷൂ പോളിഷ് ചെയ്ത് വെക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിറ്റേന്ന് അതൊക്കെ പൊടിയൊക്കെ അടിച്ച് ഉപയോഗിച്ചതുപോലെയാവും. ചുളുക്ക് വീഴും. പിറ്റേന്ന് വീണ്ടും അതുപോലെ തന്നെ ആവർത്തിക്കും. അത് വീണ്ടും ഉപയോഗിച്ചിരിക്കും. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ഇതെല്ലാം ചെളിയൊക്കെ. അതെ, ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ സൗകര്യം അവർ തന്നിരുന്നു. ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. അദ്ദേഹത്തിന്റെ ആ പ്രസാദമെല്ലാം കഴിച്ചു. നേരെ അടുത്ത് പോയത് സേലാ പാസിലേക്കാണ്. ഈ ഇന്ത്യൻ ആർമി ഇത്തരം ഒരു അമ്പലം, ആർമിയുടെ കീഴിലാണല്ലോ അമ്പലം. അതെ. ഈ പുറത്തുനിന്ന് ആൾക്കാർക്ക് ഈ അമ്പലത്തിലോട്ട് പോയി യാത്രക്കാരെ കയറി തൊഴാം, ദർശനം നടത്താം. അതുവഴി പോകുന്ന അപൂർവ യാത്രക്കാർ വളരെയൊന്നും യാത്രക്കാർ വരാറില്ല. എങ്കിൽ ഇന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആയിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. പട്ടാളക്കാർ തരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, ഹെൽമറ്റ് ടോപ്പിലെ പൂജ ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് ഭക്ഷണമൊക്കെ വെച്ചിട്ട് അതുപോലെ നിവേദ്യമൊക്കെ ഉണ്ട്. ഇവിടെയും നിവേദ്യമൊക്കെ വെച്ചിട്ട് അതിന് ഈ പട്ടാള ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഈ വാർഷിക ആഘോഷം പോലെ എന്തെങ്കിലും ഉണ്ടോ? ഈ ഇങ്ങനെ ഒരു യുദ്ധവിജയോ അല്ലെങ്കിൽ ഇങ്ങനെ? തീർച്ചയായിട്ടും യുദ്ധവിജയമുണ്ട്. യുദ്ധവിജയം ആഘോഷിക്കാറുണ്ട്. ഇദ്ദേഹം മരിച്ച 1917 പിന്നെ 62 നവംബർ 17 അദ്ദേഹത്തിന്റെ കഴുത്തറുത്ത് കൊണ്ടുപോയത്. 1962 നവംബർ 17 ഇദ്ദേഹത്തിന്റെ കഴുത്തറുത്ത് കൊണ്ടുപോയത്. അപ്പോൾ ആ ദിവസം വളരെ പ്രത്യേകതകളോട് വാർഷിക സ്മരണകൾ ആഘോഷങ്ങൾ ഉണ്ട്. അത് ആഘോഷിക്കാറുണ്ട്.
ഇന്നും ചൈന അതിർത്തിയിൽ നിന്ന് നോക്കിയാൽ ഈ രാത്രികാലങ്ങൾ ഇദ്ദേഹത്തെ കണ്ട ഒരുപാട് പേര് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ചൈനീസ് പട്ടാളക്കാർക്ക് ഇദ്ദേഹത്തിന് ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഭാഗത്ത് പട്രോളിങ്ങിന് വരുന്ന ചൈനീസ് പട്ടാളക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, പണി കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ചൈനീസ് പട്ടാളം ഈ ഭാഗത്ത് പട്രോളിങ് ഒഴിവാക്കിയിട്ടാണ് പോകാറുള്ളത്. ഇങ്ങോട്ട് കയറില്ല. ഇങ്ങോട്ട് കയറി അടി ഉറപ്പെന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിശ്വാസവും അത്ഭുതമൊക്കെയാണ്. വിശ്വാസവും അത്ഭുതവും ഞാൻ നേരിട്ട് കണ്ടതല്ലേ അത്. അതെ, വിശ്വാസവും അത്ഭുതമൊക്കെയാണ് എനിക്ക് അങ്ങ് പറയുമ്പോൾ തന്നെ തോന്നുന്നത്. കാര്യം ഇങ്ങനെ ഒരു ചരിത്രം ഈ ഭാരതത്തിലുണ്ട്. തീർച്ചയായിട്ടും. ഇങ്ങനെ ഇവിടെ മാത്രമല്ല, ഇപ്പം നമ്മൾ ജമ്മു കാശ്മീരിൽ നിന്ന് ശ്രീനഗറിൽ നിന്ന് പിന്നെ ലേയിലേക്ക് പോകുന്ന അവിടെ ഒരു നല്ലൊരു വളവുണ്ട്. അവിടെ ഒരു ട്രക്ക് മറിഞ്ഞ് പട്ടാളക്കാർ മരിച്ചിട്ടുണ്ട്. അതിലൊരാളിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടെന്നാണ്. ഇന്നും അതുവഴി പോകുന്ന ഒരു സ്കൂട്ടർ യാത്രക്കാരൻ പോലും അവിടെ ഇറങ്ങി അദ്ദേഹത്തെ തൊഴാതെ പോയാൽ അപകടത്തിൽപ്പെടുമെന്ന വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് അവിടെ പട്ടാളം പ്രത്യേക ഒരു ക്ഷേത്രം പോലെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ വരുന്നവർക്ക് ചായ എല്ലാം കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. റെസ്റ്റ് ചെയ്തിട്ട് പോകാൻ സൗകര്യം കൊടുക്കുന്നുണ്ട്. അവിടെ ഇറങ്ങി ഇദ്ദേഹത്തിന്റെ സ്മരിക്കാൻ പൂക്കളർപ്പിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അവിടെ ഇറങ്ങാതെ ഒരു യാത്രക്കാരനും പോവില്ല. അവിടെ ഇറങ്ങാതെ ആരെങ്കിലും ധിക്കരിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഉറപ്പാണ്. അപ്പം അങ്ങനെ പല സ്ഥലങ്ങളിൽ നേരത്തെ ഒരു ബാബാജിയുടെ കാര്യം പറഞ്ഞില്ലേ. ബാബാജി അത് നമ്മുടെ സിക്കിം അതിർത്തിയിലാണ്, ചൈനീസ് അതിർത്തിയിലാണുള്ളത്. അവിടെ അങ്ങനെ ഉണ്ട്. അപ്പം ഇതൊരു വിശ്വാസമാണ്. ഈ പൂർവ്വജന്മം അല്ലെങ്കിൽ പുനർജന്മം എന്നൊക്കെ പറയുന്നതേ നമുക്ക് ഇന്ത്യ ഭാരതത്തെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അതെ. എന്തായാലും ചേട്ടൻ ഇത്തരം യാത്രകൾ കൂടുതൽ ഉത്തേജകം തരുന്നുണ്ട് ജീവിതത്തിൽ. 100%. ഈ യാത്ര ലാപാസ് യാത്ര എന്ന് പറഞ്ഞാൽ ജസ്വന്ത് സിംഗിൻ്റെയൊക്കെ ചരിത്രം പഠിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്തൊരു ആനന്ദവും അനുഭവമാണ്. ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണല്ലോ ഭാരതമായി നിലനിൽക്കുന്നത്. തീർച്ചയായും. ഈ നെഹ്റു പറഞ്ഞത് ഈ പുല്ല് മുളയ്ക്കാത്ത പ്രദേശമെന്ന്, ചൈനയുടേതെന്ന്, ഇന്ത്യയുടേതെന്ന് പറയുന്ന പുല്ല് മുളയ്ക്കാത്ത പ്രദേശം എന്ന് വേണമെങ്കിൽ അത് പൊക്കോട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യൻ പട്ടാളക്കാരുടെ ജീവരക്തം ഊറ്റിക്കൊടുത്ത, ഹൃദയരക്തം തൂവി നേടിയെടുത്ത സ്ഥലമാണിതൊക്കെ. അവിടെ ആ മഞ്ഞ നല്ല വെള്ള നിറത്തിലുള്ള തൂവുള്ള ഐസ് പാളികൾക്കിടയിൽ അവർ വീണ കുങ്കുമത്തിലകം ഉണ്ടല്ലോ, അവിടെ ഹൃദയരക്തം, ആ തിലകം ചാർത്തി നേടിയെടുത്ത മണ്ണിനെ ഞാൻ അവിടുന്ന് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമസ്കരിക്കാതെ പോകാൻ പറ്റില്ല. വളരെ വൈകാരികമായ ഒരു അന്തരീക്ഷമാണ് അവിടുത്തെ യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത്. ജസ്വന്ത് സിംഗിൻ്റെ പ്രതിമയിലെത്തുമ്പോൾ നമുക്കൊരു ഏറ്റവും പവിത്രമായ ഒരു ക്ഷേത്രത്തിൽ കയറുന്ന സങ്കല്പമാണ്. അദ്ദേഹത്തിൻ്റെ കാലടിപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ ജീവരക്തം തുളുമ്പിയ ആ മരം കാണുമ്പോൾ നമുക്ക് അറിയാണ്ട ഒരു ഭക്തി മാത്രമല്ല, ഒരു വലിയ ഒരു ആന്തോളനം, ഈ അഭിമാനവും ഉണ്ടാവുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളാണ്. ഞാനവിടെ അവരുടെ പോസ്റ്റിൽ ഇന്ത്യയുടെ പതാക നിർത്തിയിട്ടുള്ള പോസ്റ്റുണ്ട്. ആ പോസ്റ്റിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയിരുന്ന ഫോട്ടോയൊക്കെ എടുത്തു. അത്ര ഒരു എന്തും ചെയ്യാനുള്ള ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാകുന്ന സ്ഥലമാണ്. തീർച്ചയായും.